പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശശി തരൂർ പുകഴ്ത്തുന്നത് ആദ്യമല്ല. ശശി തരൂർ ഓരോ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുമ്പോഴും വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിൽ അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തരൂരിനെതിരെ നടപടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ രക്തസാക്ഷി പരിവേഷം വാങ്ങിക്കൊണ്ട് പുറത്തേക്കാണോ തരൂർ ലക്ഷ്യം വെക്കുന്നത്, പുറത്തേക്ക് പോകാൻ തരൂർ ലക്ഷ്യം വെക്കുന്നോ എന്ന ആശങ്കകൾ പലപ്പോഴും ഉയരുകയും അത് പലകുറി ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെ ഒരു പരിധിവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച തരൂർ അതിന്റെ മുറിവുണങ്ങും മുമ്പ് തന്നെ അടുത്ത മോദി സ്തുതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഗോയങ്കയുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി സംസാരിച്ച കാര്യങ്ങൾ, ആ പ്രഭാഷണ പരമ്പരയിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോൾ ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. എക്സിലൂടെയാണ് അദ്ദേഹം ഈ മോദി സ്തുതി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. മോദിയുടെ പ്രസംഗം സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക വീക്ഷണകോണിൽ മികച്ചതാണ് എന്ന് തോന്നിയെന്നുമാണ് തരൂരിന്റെ ഇപ്പോഴത്തെ കുറിപ്പ്. സാമ്പത്തിക ദിശാനിർണയവും സാംസ്കാരിക ആഹ്വാനവും ചേർന്ന ഒരു പ്രസംഗമായിരുന്നു അത്. പുരോഗതിയിലേക്കുള്ള അസ്വസ്ഥമായ ആഗ്രഹം, അതായത് അങ്ങേയറ്റം ആഗ്രഹം രാജ്യത്തോട് അദ്ദേഹം നടത്തുന്നു എന്ന കാര്യം കൂടി തരൂർ ആ ട്വീറ്റിൽ ആവർത്തിക്കുകയാണ്. ദേശീയതയ്ക്കായുള്ള ആഹ്വാനവും അഭിനന്ദനവുമാണ് ഇത് എന്നതാണ് മോദിയുടെ വാക്കുകളെ കുറിച്ച് തരൂർ ഈ കുറിപ്പിൽ പറയുന്നത്. തരൂരിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസിന് നേരെ രൂക്ഷ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ചടങ്ങിനെ കുറിച്ചാണ്, അവിടെ മോദി നടത്തിയ പ്രസംഗത്തിനെ കുറിച്ചാണ് ഇത്തരം വാനോളം പുകഴ്ത്തുന്ന ഒരു പ്രതികരണം തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഇതിലേറെ നിർണായകമായിട്ടുള്ളത്. രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ മോദിയുടെ പ്രസംഗത്തെയാണ് സ്തുതിച്ചുകൊണ്ട് ഇപ്പോൾ തരൂർ രംഗത്ത് വരുന്നത്. ഇവിടെ ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വലിയ രീതിയിൽ വിമർശിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. തരൂരിനെ വേദിയിലിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ആ വിമർശനങ്ങളിൽ തരൂർ യാതൊന്നും പ്രതികരിക്കുന്നില്ല. അതിനപ്പുറം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ കർത്തവ്യ ബോധ്യത്തെ ഒക്കെ പുകഴ്ത്തുകയാണ് ഇപ്പോൾ തരൂർ ചെയ്തിരിക്കുന്നത്. സാംസ്കാരിക ആഹ്വാനവും സാമ്പത്തിക വീക്ഷണകോണിൽ ഏറ്റവും മികച്ചതുമാണ് മോദിയുടെ വീക്ഷണം എന്നതാണ് ഇപ്പോൾ തരൂർ ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. നമുക്കറിയാം, നേരത്തെയും ശശി തരൂർ പല തവണ മോദി സ്തുതിയുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചും പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുമാണ് പലപ്പോഴും ശശി തരൂർ രംഗത്ത് വന്നുകൊണ്ടിരുന്നത്. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയിൽ ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതായിരുന്നു നേരത്തെ മോദിയുമായി ബന്ധപ്പെടുത്തി തരൂർ നടത്തിയ ഒരു പുകഴ്ത്തൽ. ഓപ്പറേഷൻ സിന്ദൂറുമായുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടിന് അനുകൂലമായ നിരവധി പ്രസ്താവനകൾ തരൂർ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട്. അതിനുശേഷം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി സമീപനങ്ങൾ. ഒരു ഭാഗത്ത് തുടർച്ചയായി മോദിയെ പുകഴ്ത്തി സംസാരിക്കുന്ന തരൂർ, മറുഭാഗത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പിടി കാര്യങ്ങൾ കൂടി ചെയ്തു എന്ന് വരുമ്പോഴാണ് എന്താണ് തരൂരിന്റെ ലക്ഷ്യം എന്ന സംശയം വീണ്ടും നമ്മളിലേക്ക് എത്തുന്നത്. അടിയന്തരാവസ്ഥയെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം ഈ അടുത്ത കാലത്താണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീട് ചോദ്യങ്ങളോട് അടിയന്തരാവസ്ഥയോട് തനിക്ക് എല്ലാ കാലത്തും ഇതേ നിലപാടാണ് ഉള്ളത് എന്നതാണ് തരൂർ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഓരോ വിവാദങ്ങളിലും അദ്ദേഹത്തിന് പറയാൻ ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ മോദിയുടെ കാഴ്ചപ്പാടിനെ തന്റേത് ആയ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ താൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ന്യായീകരിക്കുന്നതെങ്കിൽ ഓരോ തവണ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും സമാനമായ സമീപനം തന്നെയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരു ലേഖനമാണ്. അത് നെഹ്റു ഗാന്ധി കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു. അത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ തരൂർ ഗാന്ധി കുടുംബത്തെ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് നമ്മൾ ആ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലൂടെ കണ്ടത്.
ഇന്ത്യൻ പൊളിറ്റിക്സ് ആർ എ ഫാമിലി ബിസിനസ് എന്ന തലക്കെട്ടിലായിരുന്നു അന്ന് തരൂർ ആ ലേഖനം എഴുതിയിരുന്നത്. രാഷ്ട്രീയ നേതൃത്വം എന്നത് ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം അടിത്തറയിട്ടു എന്നതായിരുന്നു അന്ന് തരൂർ ഉയർത്തിയിരുന്ന വിമർശനം. കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നത് അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ദിരാഗാന്ധി മുതൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി ഒപ്പം ഇങ്ങേയറ്റം പ്രിയങ്ക വരെയുള്ളവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. വിദേശകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി പിന്നീട് ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും വിദേശകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി തുടരാൻ കോൺഗ്രസ് തരൂരിനെ അനുവദിച്ചതോടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമോ, തരൂർ വിധേയനാകുമോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാതെയെങ്കിലും മുന്നോട്ട് പോകുമോ എന്നൊക്കെ തോന്നിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നെഹ്റു ഗാന്ധി പരമായ കുടുംബവാഴ്ചയെ എതിർത്തുകൊണ്ടുള്ള ഒരു ലേഖനം തരൂരിൻ്റെതായി വരുന്നത്. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് തന്നെ പല നേതാക്കളും അതിനെതിരെ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം, രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൈക്കമാൻഡിന് പലരും തരൂരിൻ്റെ പേരിൽ പരാതികൾ അറിയിച്ചതാണ്. ആ ഘട്ടവും കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ തേടുമ്പോൾ അദ്ദേഹം മുനവെച്ച ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും വലിയ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയേണ്ടത് അവിടെ പ്രവർത്തിച്ച നേതാക്കന്മാരാണ്, തന്നെ അങ്ങോട്ടേക്ക് വിട്ടിരുന്നില്ല എന്നൊരു കാര്യം പറയുന്നു. അതും ഒരു തരത്തിൽ ചില സൂചനകൾ നൽകുന്ന പ്രതികരണമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, ഒരു മോദി സ്തുതി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ആരും അവിടേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. അതും സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു. ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത്. എന്താണ് വീഴ്ച പറ്റിയത് എന്നത് പരിശോധിക്കപ്പെടണം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരുന്നത്. അപ്പോൾ അതിനൊക്കെ പിറകെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോദി സ്തുതിയുമായി അദ്ദേഹം രംഗത്ത് വരുമ്പോൾ എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത് എന്ന വലിയ ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഇനിയും നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം മറുവശത്തും ഉയരുകയാണ്. ഇവിടെ ഇന്ന് എം ഹസന്റെ ഒരു പ്രതികരണം കൂടി ഉണ്ട്. എം ഹസൻ പറഞ്ഞത് പാർട്ടി വിടുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തരൂർ നടത്തുന്നതെന്നാണ്. തരൂരിന് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെങ്കിൽ ആദ്യം പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണം. സ്ഥാനാർത്ഥികൾ ഒപ്പം കൂടിയതുകൊണ്ടാണ് തരൂർ തലസ്ഥാനത്ത് പ്രചാരണത്തിനെത്തിയതെന്നും തരൂരിനെതിരെ എന്ത് നടപടി വേണമെന്നത് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് എന്നതുമാണ് എം ഹസൻ ഇന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ആ പ്രതികരണം കൂടി കാണാം. ശരി, എന്തായാലും എം ഹസന്റെ പ്രതികരണമാണ്. അതിന് ഓഡിയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എം ഹസൻ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വിട്ടാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നം തരൂർ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തരൂരിനെ പാർട്ടിക്ക് പുറത്തേക്ക് വിടുന്നതാണ് നല്ലത് എന്നതൊരു സന്ദേശം കൂടിയാണ്. അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള വികാരമാണ് എന്നത് നേരത്തെ പല ഘട്ടങ്ങളിൽ നമുക്ക് ബോധ്യം വന്നിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം തരൂരിന് കൊടുക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസ് എത്തിയിരുന്ന ഇതുവരെയുള്ള ധാരണ. ഇനിയിപ്പോൾ അതിനപ്പുറം ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് തരൂരിന്റെ കാര്യത്തിൽ നീങ്ങുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുമ്പോൾ തരൂരിന്റെ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതിന്റെ ഭാഗമാണോ ഈ ആവർത്തിച്ചുള്ള മോദി സ്തുതി എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും തരൂർ ഈ ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ എത്തുമ്പോൾ അദ്ദേഹം ആ ആരോപണങ്ങളൊക്കെ പാടെ തള്ളുകയാണ് ചെയ്യുന്നത്. താൻ നെഹ്റു കുടുംബത്തെ അനുസരിക്കുന്നു അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നു എന്നതുകൊണ്ടാണ് താൻ പ്രവർത്തക സമിതിയിൽ തുടരുന്നത്. താൻ എന്തിനു പുറത്തു പോകണം എന്നതാണ് നേരത്തെ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് തരൂർ മറുപടി പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും മോദി സ്തുതി നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും സ്വാഭാവികമായും ചോദ്യമുണ്ടാകും. തരൂരിന്റെ മനസ്സിൽ എന്ത് എന്നത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം.